മൗലിന്നോ എന്നാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന ഗ്രാമത്തിന്റെ പേര്. മേഘാലയയിലെ ഒരു ഗ്രാമമാണ്. ഈ ഗ്രാമത്തിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും ക്ലീനസ്റ്റ് ആയിട്ടുള്ള ഒരു വില്ലേജാണ്. ഏറ്റവും നീറ്റ് ആയിട്ടുള്ള ഒരു വില്ലേജ് എന്ന് അറിയപ്പെടുന്ന ഒരു ഗ്രാമത്തിലാണ് വന്നിട്ടുള്ളത്. ആയിരക്കണക്കിന് ടൂറിസ്റ്റുകൾ വന്നു പോകുന്ന സ്ഥലമാണ്. ഈ കുട്ടികളൊക്കെ വളരെ റെസ്പോൺസിബിൾ ആയിട്ട് ഈ ടൂറിസ്റ്റുകൾ ഇവിടെ കൊണ്ടുവന്നിടുന്ന പ്ലാസ്റ്റിക് ബോട്ടിൽസും ഒക്കെ പെറുക്കി എടുത്തിട്ട് വൃത്തിയാക്കിയിട്ടാണ് ഈ ഗ്രാമത്തിനെ ഇങ്ങനെ ഭംഗിയായിട്ട് സൂക്ഷിക്കുന്നതാണ് നമ്മളെ ഗൈഡ് പറഞ്ഞിട്ടുള്ളത്. ഗൈഡും ചേട്ടനും ഹായ് ലാംബോർഗിനോ വാട്ട് യുവർ നെയിം? My name is Lamban. ലംബോർഗിനി എന്നൊക്കെയാണ് ഞാൻ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഇവരെ പേരൊന്നും മനസ്സിലാവണില്ല. മൂപ്പര് പറഞ്ഞത് ചെറിയ കുട്ടികളായിരിക്കുന്ന സമയത്ത് തന്നെ ഇവർ ഇവിടെ എങ്ങനെയാണ് വൃത്തിയായിട്ട് കാര്യങ്ങൾ സൂക്ഷിച്ച് വെക്കുക എന്നൊക്കെ പഠിപ്പിച്ച് കൊടുക്കും. അങ്ങനെ ആണ് ഈ നാട് ഇത്ര ക്ലീൻ ആയിട്ട് ഇരിക്കണതെന്ന്. ഇവിടെ ഒരുപാട് ഭംഗിയുള്ള പ്രൊഡക്ട്സ് ഇവർ നിരത്തി വെച്ചിട്ടുണ്ട്. ഈ ഖാസി ട്രൈബിൻ്റെ മൂപ്പനാട്ടോ ഈ കാണുന്നത്. അതിൻ്റെ ഒരു സിംബോളിക്കായിട്ട് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ മൂപ്പത്തിയാണിത്. ഇവരെയൊക്കെ വെച്ചിട്ടാണ് കച്ചവടത്തിന് വെച്ചിരിക്കുകയാണ്. ഇത് ഒരു വാട്ടർ ബോട്ടിലാണ്. ഇത് വെള്ളം കുടിക്കാനുള്ള സ്ട്രോ ആണ്. ഇതൊക്കെ ഇവിടെ വിൽക്കാനുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ വന്നിട്ട് വാങ്ങിക്കൊണ്ടുപോവാം. വാട്ടർ ബോട്ടിൽ കണ്ടോ, അടിപൊളി. ഈ ഗ്രാമത്തിന്റെ ഉള്ളില് ഒരു ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ഒരു നിർമ്മിതി ഉണ്ട്. അത് കാണാനാണ് നമ്മൾ പോകുന്നത്. മുകളിലേക്ക് സ്റ്റെപ്പ് കയറി പോകണം. കാട്ടിന്റെ ഉള്ളിലേക്കാണ് കയറുന്നത്. നല്ല പച്ചിപ്പുണ്ട്. ഇതാ കരിങ്കലിന്റെ സ്റ്റെപ്പുകളാണ് മുകളിലേക്ക് കയറി പോകാനുള്ളത്. ഈ വഴിക്കാണ് ഇന്ന് നമ്മൾ ട്രാവൽ ഗുനിയിലെ കാഴ്ചകൾ കണ്ട് നടക്കാൻ പോകുന്നത്. വാ പോരെ. പുഴ ഒഴുകുന്ന ശബ്ദം കേൾക്കുന്നുണ്ടോ? ഇവിടെ എല്ലാ ഭാഗത്തും ഇതേപോലെ പുഴകളും വെള്ളച്ചാട്ടങ്ങളും ഒക്കെയാണ്. ഗുഹകളുടെയും വെള്ളച്ചാട്ടത്തിൻ്റെയും നദികളുടെയും കാടിൻ്റെയും ഒക്കെ കാഴ്ചകളാണ് മേഘാലയയിലുള്ളത്. നോക്കി, ഈ മരത്തിൻ്റെ വേരുകളൊക്കെ ശ്രദ്ധിച്ചോ? ഇതിന് വളരെ വലുപ്പം കൂടുതലാണ്. വെള്ളവും മണ്ണും ഒക്കെ ശരിക്കും ഇത് പിടിച്ച് നിർത്തുന്ന, കൈകൊണ്ട് ഇങ്ങനെ മണ്ണിനെയൊക്കെ പിടിച്ച് നിർത്തുന്ന പോലെയാണ് ഇവിടെ വേരുകളുടെയൊക്കെ ഒരു പോക്ക്. ഇത് ഒരുപാട് മരങ്ങളുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ മണ്ണ് തീരെ ഒലിച്ചു പോവാതെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ വെള്ളത്തിനൊക്കെ ഭയങ്കര ക്ലാരിറ്റിയാണ്. ഇവിടെ ആദിവാസികളെ വേർതിരിച്ചിട്ട് കാണുന്ന ഒരു പ്രശ്നം വരുന്നില്ല. കാരണം ഇവിടെയുള്ള എല്ലാ ആൾക്കാരും ട്രൈബൽസാണ്. നമുക്ക് അതേപോലെ ട്രൈബൽ എന്നും അല്ലാന്നുള്ള രീതിയിലുള്ള രണ്ട് കാറ്റഗറി ഉണ്ട്. പക്ഷെ ഇവിടെ ആ ഒരു ചിന്തയില്ല. കാരണം എല്ലാവരും ട്രൈബൽസ് ആയതുകൊണ്ട് വെളിച്ചെങ്ങനെ വീണ് വരുന്നേ ഉള്ളൂ. ഇതിൽ നല്ല വൃത്തിയുള്ള സ്റ്റെപ്പുകൾ കാണുന്നുണ്ട്. ഓരോന്നിലൂടെ കയറി പോയി നോക്കാം. ഒരു പ്രത്യേകതരം ചീവീടാണ് ഇവിടെയൊക്കെ ഉള്ളത്. അങ്ങനെ കൂക്കി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ അതിൻ്റെ ഒരു ബഹളം? ഏതോ ക്ഷേത്രത്തിലേക്കൊക്കെ കയറി പോകുന്ന കൽപ്പടവുകൾ പോലെ ഉണ്ട്. എന്ത് മനോഹരമായിട്ടാണ് ഇവരുടെ നാട്ടിലെ വഴികളൊക്കെ ഒരുക്കി വെച്ചിരിക്കുന്നത്. സിമൻ്റ് ഇല്ലാതെ ഇത്ര ഭംഗിയായിട്ട് കൺസ്ട്രക്ഷൻ ചെയ്യാം എന്ന് നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം കേട്ടോ. എന്തിനാ ആൾക്കാർ നാട്ടിൽ കോൺക്രീറ്റ് ഒക്കെ ചെയ്യണത്? നല്ല വൃത്തിയിൽ കരിങ്കല്ല് വെട്ടിയെടുത്തിട്ട് അതിങ്ങനെ ഒതുക്കി വെച്ചിരിക്കുക. നമ്മൾ വളരെ നേരത്തെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതൊക്കെ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് ഒരുക്കി വെച്ചിട്ടുള്ള കടകളാണ്. പക്ഷെ ആ കടയിലൊന്നും സാധനങ്ങൾ കൊണ്ട് വെക്കാനോ കച്ചവടം തുടങ്ങാനോ നേരെ ആയിട്ടില്ല. നമ്മൾ 5 മണിക്ക് ഷിലോങ്ങിൽ നിന്ന് ഇറങ്ങി പോകുന്നതാണ്. ഇതിലേ ഒരുപാട് നടക്കുന്നുണ്ട്. ഇങ്ങനെ നടന്ന് നമ്മൾ ഒരു പുഴയിലേക്ക് എത്തുമെന്നാണ് അവർ പറഞ്ഞത്. നല്ലോണം മുകളിലേക്ക് കയറി പെട്ടെന്ന് ശ്വാസം മുട്ടുന്ന പോലെ തോന്നുന്നുണ്ട്. അതായത് കിതയ്ക്കുന്നുണ്ട്. ഇവിടെ നടക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് വാക്കിംഗ് സ്റ്റിക്കൊക്കെ റെൻറ്റിന് കൊടുക്കുന്നുണ്ട്. 10 രൂപയ്ക്ക് നമുക്ക് ആ സ്റ്റിക്ക് റെൻറ്റിന് എടുക്കാം. ഇതൊരു ജംഗ്ഷനാണ്. നാൽക്കവല എന്നൊക്കെ മലയാളത്തിൽ നമ്മൾ പറയില്ലേ. നമുക്ക് വലത്തോട്ട് ഒരു വഴി കാണുന്നുണ്ട്, ഇടതുവശത്തേക്ക് ഒരു വഴി കാണുന്നുണ്ട്. ഇതെന്താ LP സ്കൂളോ അങ്ങനെ എന്താണ് ഇവരുടെ? ഇതൊന്നും തുറന്നിട്ടില്ല. കറക്റ്റ് LP സ്കൂളാണ്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. മേഘാലയയിലെ ഒരു സ്കൂളിൻ്റെ കാഴ്ച. ഇവിടെ നിന്ന് ഒഴിവാണ്. ഇത് അവരുടെ ഗ്രാമമാണ്. ആ ഗ്രാമത്തിലെ മുള കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കട ഉണ്ട്. നമ്മൾ ആ പോയ വഴിയിൽ നിന്ന് താഴേക്ക് ഇറങ്ങണം. ആ വഴിയല്ല, നമുക്ക് വേറൊരു വഴിയാണ് പോകേണ്ടത്. അങ്ങോട്ട് ഇറങ്ങി പോകണം. ഈ വഴിക്ക് പോയാലാണ് പുഴയിലേക്ക് എത്തുക. ആ കാട്ടിൻ്റെ ഉള്ളിൽ കൂടെയുള്ള ഒരു നാട്ടുവഴിയാണിത്. ഇത് വെള്ളമൊക്കെ ഒഴുകി പോകുന്ന ഒരു ചാല് പോലെയാണ് എനിക്ക് തോന്നുന്നത്. അത് വന്നിട്ട് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളൊരു സ്റ്റെപ്പ്. ഇത് സ്റ്റെപ്പല്ല, ശരിക്കും പറയുകയാണെങ്കിൽ ഉരുളം കല്ലുകൾ തന്നെയാണ്. അതിൻ്റെ മുകളിൽ ചവിട്ടിയാണ്
നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ നാട്ടുകാരെ, രണ്ടാൾക്കാരെ കിട്ടിയിട്ടുണ്ട്. റിവർ പാനി കിതർ ആർക്കും അറിയില്ല, അവരുടെ ഭാഷയ്ക്ക് അറിയില്ല. അങ്ങോട്ട് കാണിച്ചിട്ടുണ്ട്. ഭാഗ്യം പാനി എന്ന് പറഞ്ഞോണ്ടാവും, മനസ്സിലായി. താഴെയാണ് പുഴ, വെള്ളമൊഴുകുന്ന ശബ്ദം കൃത്യമായിട്ട് കേൾക്കാം. ഇവിടെ ടിക്കറ്റ് എടുക്കണം. അധികമൊന്നും നടക്കാനുണ്ടായിരുന്നില്ല. എന്തായാലും ഒരു കയറ്റം കയറി ഇറങ്ങിയപ്പോഴേക്കും നമ്മൾ പുഴയിലേക്ക് എത്തിയിട്ടുണ്ട്. പുഴയിലിപ്പോൾ സീസൺ അല്ല, അതായത് വെള്ളം അധികം ഉള്ള കാലമല്ല. പക്ഷേ ഈ ഉള്ള വെള്ളം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്റ്റൽ ക്ലിയർ ആണ്. ഞാൻ കാണിച്ചു തരാം. ഇത് നോക്കിയേ, അവിടെ ഒരു വെള്ളം കെട്ടി കിടക്കുന്നതായിട്ട് നമുക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല. അതിൻ്റെ മുകളിൽ വെള്ളമുണ്ട്. ഒരു കണ്ണാടി പോലെ ആണ് ആ വെള്ളം ഉള്ളത്. അതിൻ്റെ ഒരു പൊടി പോലും ഇല്ലാത്തതുകൊണ്ട് നേരെ അടിയിലേക്കാണ് നമുക്ക് കാണാൻ പറ്റുക. ഇവിടെ നിറച്ച് മരങ്ങളുണ്ട് കേട്ടോ. മരങ്ങളുടെയൊക്കെ ഒരു പഴക്കം. അതിലെ മുകളിലേക്ക് കയറി പോവാം. അതപ്പുറത്തെ വേറൊരു വില്ലേജാണ്. ഈ പുഴയിലേക്ക് നോക്കിയപ്പോഴാണ് അതിനേക്കാളും ഭംഗിയുള്ളൊരു കാഴ്ച അവിടെ ഉണ്ട്. ഇത് വലിയൊരു മരമാണ് കേട്ടോ. ഈ മരം നമ്മളെ നാട്ടിലെ ആൽമരം പോലെയുള്ളൊരു മരമാണ്. ഈ ആൽമരത്തിൻ്റെ ശാഖകൾ, ചില്ലകളൊക്കെ ഉണ്ട്. ശരിക്കും പേരാലാവാം. അതെ, പേരാൽ തന്നെയാണ്. പേരാലിൻ്റെ ഒരു വർഗത്തിൽപ്പെട്ട ഒരു മരമാണ്. അത് ഈ കല്ലിൻ്റെ മുകളിലൊക്കെ വളർന്ന് പടർന്ന് നിൽക്കുന്നുണ്ട. കല്ല് താഴേക്ക് വീഴാതെ നിൽക്കാൻ വേണ്ടി ചെയ്ത മാതിരിയാണ്. ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു മരമാണ്. ഈ വേര് തന്നെ ഇങ്ങനെ വരുന്നതല്ല കേട്ടോ, അതിനെ സഹായിക്കുന്നുണ്ട് ഇവിടുത്തെ ആദിവാസികളുടെ ഒരു മെത്തേഡാണ്. മുളവടീൻ്റെ ഉള്ളിലൂടെ ആ വേര്, മുളവടി ഇവിടെ കെട്ടി വെച്ചിട്ടുണ്ട്. അത് കെട്ടി വെച്ചിട്ട് കാലം കുറേ ആയി. കാരണം ആ മുള പൂർണ്ണമായിട്ട് ദ്രവിച്ച് ഇപ്പോൾ അതിന് പകരം ഇതാ വേരാണ്. ആ വേര് മണ്ണിൽ തൊട്ടു. ഇങ്ങനെയാണ് ഇവർ ഈ വേരിനെ ഇവിടെ സംരക്ഷിച്ച് നിർത്തിയിട്ടുള്ളത്. അവർ ഡിസൈൻ ചെയ്തെടുക്കുകയാണ്. ആ വേര് മുകളിൽ ഇങ്ങനെ പന്തൽ കെട്ടിയ പോലെ ആക്കുകയാണ്. ഈ മുളവടി വെച്ചിട്ട് കെട്ടി കൊടുത്തിട്ടാണ് ഇത് ഇവിടെ വരെ എത്തിച്ചിട്ടുള്ളതെന്ന് മനസ്സിലാകുന്നുണ്ട്. അവരുടെ ഒരു പുരാതനമായ ഒരു ടെക്നോളജിയാണ്. ആയിരക്കണക്കിന് വർഷം മുന്നേ അവർ കണ്ടെത്തിയിട്ടുള്ള ഒരു മരത്തിനെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ഒരു ഭംഗിയുള്ള ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. നോക്കി, മരം ഇങ്ങനെ ആകാശത്ത് പറന്ന് നിൽക്കുക. മഴക്കാലത്ത് ഇവിടെ നിന്ന് നിൽക്കാൻ പോലും പറ്റാൻ സാധ്യതയില്ല. അത്രയും ശക്തിയായിട്ട് ഒഴുകുന്ന ഒരു പുഴയാണ്. അതിൻ്റെ ലക്ഷണങ്ങളൊക്കെ അവിടെ കാണാനുണ്ട്. ഈ കല്ലിൻ്റെ ഉള്ളിലുള്ള ഈ ദ്വാരങ്ങളൊക്കെ കണ്ട, ഇത് പുഴ അത്രയും ശക്തിയായിട്ട് ഒഴുകുന്ന സമയത്ത് ഏതെങ്കിലുമൊക്കെ കല്ല് ഇതിൻ്റെ ഇടയിൽ പെട്ടിട്ട് തിരിഞ്ഞുണ്ടാവുന്ന കുഴികളാണ്. ഈ കുഴികളൊക്കെ നമ്മളുടെ നാട്ടിലുള്ള പുഴയിലും കാണാം. ഇവിടെ ഇതാ ക്രിസ്റ്റൽ ക്ലിയർ വാട്ടറാണ് കേട്ടോ. ദൂരെ മലമുകളിൽ നിന്ന് എവിടെയോ നിന്ന് ഒഴുകി വരുന്ന ഒരു പുഴയാണ്. അതിവിടെ ആദിവാസി ഊരുകളുടെ ഇടയിലൂടെയാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ നിറച്ചും ആൾക്കാർ ജീവിക്കുന്നുണ്ട്. അവർക്ക് യാത്ര ചെയ്യാനൊക്കെ വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഇവർ ഒഴുക്കി വെച്ചിട്ടുണ്ട്. ഇത് ടൂറിസ്റ്റുകൾക്ക് വേണ്ടി മാത്രമുള്ള കാര്യങ്ങളല്ല. ഇതിലെ മുകളിലേക്ക് കയറിപ്പോയി കഴിഞ്ഞാൽ മുകളിൽ ആൾക്കാർ താമസിക്കുന്നുണ്ട്. അവരുടെ ജീവിതമൊക്കെ ഈ വഴിയിലൂടെ തന്നെ നടന്നിട്ട് വേണം. ഇങ്ങോട്ട് വാഹനങ്ങളൊന്നും വരാൻ സാധ്യതയില്ല. വാഹനങ്ങൾ നമ്മൾ താഴെ പാർക്ക് ചെയ്തിട്ടാണ് ഇവിടെ നടന്നു വന്നിട്ടുള്ളത്. ഇതാ മുകളിൽ നിന്ന് കുറച്ച് ആൾക്കാരൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. ഇവിടുത്തെ നാടൻ മനുഷ്യന്മാരാണ്. ഇവരുടെ ഒരു ഡ്രസ്സിങ് സ്റ്റൈലൊക്കെ നോക്കി ഒരു പ്രത്യേകതരം സാരിയൊക്കെ കൊടുത്തിട്ടാണ് ഇവർ നടക്കുന്നത്. ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇതേപോലത്തെ ആദിവാസി ഊരിലേക്കൊക്കെ നമുക്ക് കയറി ചെല്ലാം. ഇവിടെ അങ്ങനെ റെസ്ട്രിക്ഷൻസോ പ്രോഹിബിഷൻസോ ഒന്നുമില്ല. നമുക്ക് ധൈര്യമായിട്ട് കയറി ചെല്ലാൻ പറ്റും. ഈ ഭാഗത്തൊക്കെ കുറച്ചും കൂടി നല്ല ഭംഗിയായിട്ട് വഴിയൊക്കെ ഒരുക്കിയിട്ടുണ്ട്. കുറച്ചുകൂടി ഡെവലപ്ഡ് ആയിട്ടുള്ളൊരു സ്ഥലം പോലെ തോന്നുന്നുണ്ട്. എന്തായാലും കുറച്ച് മുകളിലേക്ക് കയറി നോക്കട്ടെ. നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. അല്ലെങ്കിൽ വെറുതെ നടക്കുമ്പോൾ തന്നെ ഒരു വൈബ് കിട്ടുന്നുണ്ട്. കാരണം ആ പുഴയുടെ മുകളിൽ നിന്നുള്ളൊരു വ്യൂ. ഇവിടെ നിറച്ച് മുളയാണ്. നമ്മളെ നാട്ടിലെ മുള്ളുള്ള മുളയാണ് ഇത്. പക്ഷേ വളരെ നേരെ പോകുന്ന, ഒട്ടും മുള്ളൊന്നും ഇല്ലാത്ത ടൈപ്പ് ഒരു മുളയുടെ സ്ട്രക്ചറാണ് ഇവിടെ കാണുന്നത്. കലാകാരന്മാരാരോ പണിത സ്റ്റെപ്പുകളാട്ടോ. എന്ത് മനോഹരമായിട്ടാണ് ചെയ്യുന്നത്. അതായത് ഇവിടെ ഒരു സ്റ്റെപ്പ് പണിതതായിട്ട് തോന്നൂല. ഈ ഭൂമി ഇങ്ങനെയാണ് പണ്ട് മുതലേ ഉള്ളതെന്ന് തോന്നിക്കുന്ന രീതിയിൽ അതിൻ്റെ ഒഴുക്കിനെ ഇങ്ങനെ നിലനിർത്തിക്കൊണ്ട് കുറച്ച് കല്ലുകൾ അടുക്കി വെച്ചിരിക്കുകയാണ്. നമ്മളിതാ അതിന് മുകളിൽ കൂടെ നടന്ന് ഇങ്ങനെ ചെല്ലുക. നമ്മൾ ഈ നടന്ന് ചെല്ലുന്ന കുന്നിൻ്റെ മുകളിൽ കയറിക്കഴിഞ്ഞാൽ ബംഗ്ലാദേശ് കാണാം എന്നാണ് പറഞ്ഞത്. അതായത് നമ്മൾ ഇന്ത്യയുടെ അതിർത്തി ഗ്രാമത്തിലാണുള്ളത്. ഇവിടെ തൊട്ടടുത്താണ് അയൽ രാജ്യമായിട്ടുള്ള ബംഗ്ലാദേശ് ഉള്ളത്. ഇവിടെ തൊട്ടടുത്ത് തന്നെ കുറച്ചും കൂടി നല്ല വൃത്തിക്ക് കൃത്യമായിട്ട് സ്കെയിൽ വെച്ച് പണിതമായിട്ടുള്ള സ്റ്റെപ്പ് ഉണ്ട്. അത് നമ്മൾ നേരത്തെ താഴേന്ന്
നടന്നു വന്നതിൻ്റെ കണ്ടിന്യൂഷനിലാണ്. ഇത് പഴയ പരമ്പരാഗതമായിട്ടുള്ള ഒരു ശൈലിയിൽ പണിതിട്ടുള്ള സിമൻറ്റ് ഇതിന് രണ്ടിനും ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ്. ആദിവാസി ഊര് അല്ലെങ്കിൽ കുടില് എന്നുള്ള രീതിയിലല്ല, നല്ല രീതിയിലുള്ള വീടുകൾ തന്നെയാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. കൃഷിയൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എട്ടുകാലി വല കെട്ടിയ പോലെ ഇവിടെ ഒരു വഴി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓരോ വഴിയിലൂടെ ചെല്ലുമ്പോഴും അത് വീണ്ടും രണ്ടായി പിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഓരോ ഗ്രാമത്തിലൂടെയുള്ള യാത്രകളാണ്. ഇതിലൊക്കെ നടന്നു കഴിഞ്ഞാൽ അവരുടെ വീടുകളുടെ ഒക്കെ ഇടയിലേക്കൂടെ തന്നെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. എട്ടുകാലി പല സ്ഥലത്തും വല കെട്ടി മനുഷ്യനെ പറ്റിക്കുന്നുണ്ട്. നടന്നു പോകുന്ന വഴിയിലൊക്കെ ഈ ഭീകരനുണ്ട് കേട്ടോ, പേടിക്കണതിനെ. ഇത് കടിച്ചു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുകയെന്നറിയില്ല. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ഒരു ആഫ്രിക്കയിലൊക്കെ വന്ന് പെട്ടൊരു ഫീലാണ്. ഇതേപോലത്തെ വലിയ എട്ടുകാലിയൊക്കെ എത്രത്തോളം പോയ്സണസ് ആണ്, എങ്ങനെയൊക്കെയാണ് ഉള്ളതെന്ന് അറിയില്ല. നമ്മൾ നടന്നു പോണ വഴിയിലാണുള്ളത്. അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. എന്തായാലും ഇവരെ ഇര പിടിക്കാൻ കാത്തിക്കാണ്. മനുഷ്യന്മാരാണ് അവർ ഇരാന്ന് പോലും അറിയില്ല. ഇത്രയും വലുപ്പമുള്ള എട്ടുകാലിയൊക്കെ നമ്മളെ നാട്ടിലുണ്ടാവും. ഓ, മേഘാലയയിലെ എട്ടുകാലിൻ്റെ സൈസ് കാണണം കേട്ടോ, ഭീകരനാണ് ഇവൻ. പുഴയിലേക്കൊന്ന് ഇറങ്ങണം. താഴേക്ക് ഇങ്ങനെ നടക്കുന്ന സമയത്ത് അവിടെ ആ വെള്ളം ഇങ്ങനെ കൊതിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊന്ന് തൊട്ട് നോക്കണം. ഇപ്പോൾ കുറച്ച് വാമായിട്ട് ക്ലൈംബ് ചെയ്തപ്പോൾ ബോഡിയൊക്കെ ഒന്ന് ചൂടായി. പിന്നെ കുറച്ച് സൂര്യനെ കുതിച്ച് വെളിച്ചൊക്കെ വന്നിട്ടുണ്ട്. ഇനി ആ പുഴയിലെ വെള്ളം ഒന്ന് തൊട്ട് നോക്കണം. എന്നാലും കുളിക്കാനൊന്നുള്ള ധൈര്യമില്ല. എന്താ വെള്ളത്തിൻ്റെ അവസ്ഥ അറിയില്ല. നോക്കിയേ, ഈ മരം അതൊരു അസാധ്യ കാഴ്ച കേട്ടോ. പുഴയുടെ മുകളിൽ ഇതിങ്ങനെ വിരിഞ്ഞു നിൽക്കുകയാണ്. ആ കരയിൽ നിന്ന് ഇക്കര വരെ അവരതിനെ എത്തിച്ചിട്ടിട്ടുണ്ടോ. ഇതിൻ്റെ മുകളിൽ അത്യാവശ്യം മണ്ണൊക്കെ ഇട്ടിട്ട് ആൾക്കാർക്ക് നടക്കാൻ പാകത്തിനാക്കിയിട്ടുണ്ട്. അതിൽ ചെറിയൊരു പാലം പോലെയാണ് അത് വന്നിട്ടുള്ളത്. അത് താഴേക്ക് വേറെ ഇറക്കാൻ ഒരു സമ്മതിക്കുന്നില്ല. കാരണം പുഴയുടെ വെള്ളം അത് തടസ്സപ്പെടുത്താൻ സാധ്യതയുണ്ട്. ഇത് ആദിവാസികളുടെ ഒരു ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ തോണി പോലെ ഇവിടെ വന്ന് നിൽക്കുന്നത്. അത് സ്വാഭാവികമായിട്ട് ഉണ്ടായിട്ടുള്ളതല്ല. മരം ഇവിടെ ഉള്ളതാണ്. മരത്തിൻ്റെ വേരുകളെ ഇവർ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതൊരു പ്രത്യേക തരത്തിലുള്ള നിർമ്മിതിയാണ്. വർഷങ്ങളോളം കാത്തു നിൽക്കണം ഇങ്ങനെ ഒരു കൺസ്ട്രക്ഷൻ ഉണ്ടായി വരാൻ. പുഴയുടെ വെള്ളത്തിനധികം ആഴമില്ല. വേനൽക്കാലം ആയതുകൊണ്ട്, വേനൽക്കാലം മഞ്ഞുകാലമാണ്. മഞ്ഞുകാലം ആയതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ധൈര്യമായിട്ട് ഇറങ്ങി നടക്കാം. ഇപ്പോൾ വലിയ പ്രശ്നമില്ല, ആഴമില്ല. എന്നാലും ചില ഭാഗത്തൊക്കെ നമുക്ക് ആഴം കാണാം. ഈ ആഴം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. അമ്പാ, എന്താ അതിൽ മീൻ പോലെയുള്ള കാര്യങ്ങൾ കാണുന്നുണ്ട്. താഴെ അടി കാണാട്ടോ. നേരെ നമ്മൾ നോക്കുമ്പോൾ ആ ഇലയൊക്കെ ഇങ്ങനെ ആകാശത്ത് നിൽക്കുന്ന മാതിരി തോന്നുന്നില്ലേ? അതാണ് ആ ക്ലാരിറ്റി. വെള്ളം ക്ലിയർ ആണ്. ഒരു പൊടി പോലും ഇല്ലാത്തതുകൊണ്ടാണ് ഇത്രയും താഴ്ചയിലേക്ക് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതിൻ്റെ സൈഡിലാണ് ആ മരം ഉള്ളത്. റോബർ ട്രീ എന്നാണ് ഇത് ഇവിടെ ഇവർ വിളിക്കുന്നത്. റോബർ ട്രീ എന്നാണ് ഇതിൻ്റെ പേര്. ഗൈഡിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതാണ് റോബർ ട്രീ. എൻ്റെ വേര് രണ്ട് സൈഡിലേക്ക് ഇങ്ങനെ വകഞ്ഞ് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇവിടെ ആ പാറേൻ്റെ മുകളിലേക്കാണ് അത് വന്ന് കണക്റ്റ് അയക്കുന്നത്. എന്താ ഈ കാഴ്ച, ഒരു അസാധ്യ കാഴ്ചയാണ്. ഏകദേശം 1000കണക്കിന് വർഷം പഴക്കമുള്ള ഒരു ബ്രിഡ്ജാണിത്. എന്തായാലും വെള്ളം തൊട്ട് വെക്കാൻ തീരുമാനിച്ചു. തണുപ്പത്രട്ട് പരീക്ഷിക്കണം. വലിയ കുഴപ്പമില്ല. വെയിലറച്ചിട്ട് നമുക്ക് സുഖമായിട്ട് ഇങ്ങനെ വെള്ളം ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണുള്ളത്. ഒരു നോർമൽ തണുപ്പുള്ളൂ. പക്ഷെ അതിൻ്റെ ആ താഴേക്കുള്ള കാഴ്ചയാണ് അതിമനോഹരം. ഇതേപോലത്തെ ബ്രിഡ്ജുകൾ മേഘാലയയിൽ ധാരാളം ഉണ്ട്. ഇവരിവിടുത്തെ രണ്ട് ഗ്രാമങ്ങളെ തമ്മിൽ, പുഴയുടെ അക്കരെ ഇക്കരെയുള്ള ഗ്രാമങ്ങളെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി നിർമ്മിച്ചെടുത്തതാണ്. ആദിവാസികളുടെ തനതായ വാസ്തുവിദ്യ. ബംഗ്ലാദേശ് കാണാമെന്നൊക്കെയുള്ള പ്രതീക്ഷയിലാണ് ഇങ്ങോട്ട് ഇറങ്ങി വന്നത്. പക്ഷെ അത് ഇവിടെ അല്ല. നമുക്ക് ഈ ഗ്രാമത്തിൽ തന്നെയാണ് ബംഗ്ലാദേശിലേക്കുള്ള ബോർഡറൊക്കെ ഉള്ളത്. തൊട്ടപ്പുറത്ത് പോകണം. അത് നമ്മൾ എന്തായാലും വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബംഗ്ലാദേശിലെ കാഴ്ചകളൊക്കെ എനിക്ക് കാണാൻ പോകുന്നുള്ളൂ. അപ്പോൾ സ്റ്റേ ട്യൂൺ ടു ട്രാവൽ ഗുനിയ. നമ്മൾ മേഘാലയ കറങ്ങി നടക്കുകയാണ്. ഒരുപാട് കാഴ്ചകൾ ഇവിടെ കാണാനുണ്ട്. സോ തൽക്കാലത്തേക്ക് ബൈ.